ലൈംഗിക അതിക്രമ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഡ്രൈവറിൽ നിന്ന് മൊഴിയെടുത്തു. പാലക്കാട്ടെ ഫ്ളാറ്റിൽ വെച്ചാണ് മൊഴിയെടുത്തത്. രാഹുലിന്റെ ഡ്രൈവർ ആൽവിനിൽ നിന്നാണ് SIT സംഘം മൊഴിയെടുത്തത്. വിവരശേഖരണമാണ് നടത്തുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, വളരെ നിർണായകമായൊരു മൊഴിയാകും ഇത്. വളരെ നിർണായകമായൊരു മൊഴി തന്നെയാണെന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഈ ഡ്രൈവറിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങളാണ് അന്വേഷണ സംഘം ശേഖരിച്ചത്? അശ്വതി, അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ഡ്രൈവറിൽ നിന്നും എന്തൊക്കെ മൊഴി എടുത്തു എന്നുള്ളത്, കാരണം രഹസ്യമായാണ് നിലവിൽ അന്വേഷണ സംഘം അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ നടത്തുന്നത്. അതായത് കൃത്യമായ തെളിവുകൾ ശേഖരിക്കുകയാണ്, ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുകയാണ് SIT ഉദ്യോഗസ്ഥർ ഇപ്പോൾ ചെയ്യുന്നത്. ഇന്ന് രാവിലെയാണ് പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട്ട് എത്തിയത്. അതിനുശേഷം പാലക്കാട്ടെത്തി നിരവധി പേരെ ചോദ്യം ചെയ്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുലിന്റെ തന്നെ വിശ്വസ്തനായ, അല്ലെങ്കിൽ രാഹുലിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അടക്കം, പേഴ്സണൽ അസിസ്റ്റന്റിനെ അടക്കം ചോദ്യം ചെയ്തിരുന്നു, മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. കാരണം ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്നുള്ള കൃത്യമായ സൂചനകൾ ലഭിച്ചിട്ടില്ല. അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ രാഹുലിന്റെ ഡ്രൈവറെ കൂടി പോലീസ് മൊഴി ശേഖരിച്ചിരിക്കുന്നത്. ആൽവിൻ എന്ന രാഹുലിന്റെ ഡ്രൈവറുടെ മൊഴിയാണ് ഇപ്പോൾ അല്പസമയം മുൻപ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂറോളം എടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള മൊഴികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഡ്രൈവർക്കും അതോടൊപ്പം തന്നെ പേഴ്സണൽ അസിസ്റ്റന്റിനും അടക്കം ഒരുപക്ഷെ രാഹുൽ എവിടെ പോയിട്ടുണ്ടാകാം എന്നുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള തീർച്ചയായും ശിവദാസ്, എന്തായാലും ഈ ആൽവിൻ ആയിരിക്കണം അവസാനം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ കഴിഞ്ഞതിനു ശേഷം രാഹുലിനെ സേഫായിട്ട് എത്തിച്ചത്. ഒപ്പം പാലക്കാട് ഫ്ളാറ്റിൽ എത്തിച്ചതും ഇദ്ദേഹമാണെന്ന് തന്നെ കരുതണം. അപ്പം ഇദ്ദേഹത്തിന്റെ മൊഴി നിർണായകമാണ്. അവസാനം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകുന്നതിന് തൊട്ട് മുൻപ് സഞ്ചരിച്ചത് ആൽവിൻ ഓടിച്ച വാഹനത്തിൽ തന്നെയായിരിക്കണം. അത് തന്നെയായിരിക്കണം അന്വേഷണ സംഘം ആൽവിന്റെ മൊഴിയും രേഖപ്പെടുത്തിയത്.